കൊല്ലം പരവൂരിലെ മുതിർന്ന സ്വയം സേവകനായ മുണ്ടും തലയ്ക്കൽ എൻ സോമരാജന് അന്ത്യാഞ്ജലി അർപ്പിച്ച നാട്. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരിക്കെയായിരുന്നു അന്ത്യം. കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം അന്തരിച്ചത്. ഭാരതീയ വിദ്യാനികേതന്റെ പ്രവർത്തനങ്ങൾക്ക് പരവൂരിൽ തുടക്കം കുറിച്ച അദ്ദേഹം സംഘപ്രസ്ഥാനങ്ങളുടെ മുന്നേറ്റത്തിന് എന്നും സഹായഹസ്തമായിരുന്നു. വിവരങ്ങളുമായി അവിടെ നിന്നും എം മനോജ് ചേരുന്നുണ്ട്. എം മനോജ്, അവിടെ സംസ്കാര നടപടികൾ എങ്ങനെ പുരോഗമിക്കുകയാണോ? എന്തൊക്കെയാണ് നിലവിലെ അവസ്ഥ? ശ്രുതി, 3 മണിയോടുകൂടിയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. എന്തായാലും 100 വയസ്സായിരുന്നു അദ്ദേഹം. ഒരു നിസ്വാർത്ഥ സേവകനായി പ്രവർത്തിച്ചു വന്നിരുന്നു. ഈ പരവൂരിലെ മുതിർന്ന സംഘകാര്യകർത്താവായിരുന്ന ആർ സോമരാജൻ, അദ്ദേഹം അവിടെയുള്ള സംഘപ്രസ്ഥാനങ്ങൾക്ക് എന്നും ഒരു പ്രേരണ ശക്തിയായിരുന്നു. രാഷ്ട്രീയ സ്വയംസേവക സംഘം ശാഖ മുഖ്യ ശിക്ഷക്, അതുപോലെ തന്നെ ശാഖ കാര്യവാഹ് എന്നീ ചുമതലകളിൽ പ്രവർത്തിച്ച അദ്ദേഹം വിശ്വ ഹിന്ദു പരിഷത്ത് പ്രമുഖായും പ്രവർത്തിച്ചിരുന്നു. ഭാരതീയ വിദ്യാനികേതന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ അദ്ദേഹത്തിന്റെ സ്വന്തം സ്ഥലത്ത് തന്നെ വിദ്യാലയം ആരംഭിച്ചു എന്നുള്ളതാണ്. അദ്ദേഹം രക്ഷാധികാരിയായിരുന്ന വിദ്യാനികേതന്റെ പരവൂരിലെ വ്യാസ വിദ്യാമന്ദിർ ഇന്ന് നാടിന് അഭിമാനമായി ഉയർന്നു നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ സേവാഭാരതിയുടെ പ്രവർത്തനങ്ങൾക്കായും അദ്ദേഹം സ്വന്തം സ്ഥലം വിട്ടു നൽകിയിരുന്നു. ആ സ്ഥലത്ത് നിന്ന് സേവാ കേന്ദ്രത്തിനായുള്ള വലിയ പദ്ധതികളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളടക്കം തുടർന്നു വരികയാണ്. ഈ കുടുംബത്തിലെ ഏക മകനായിരുന്നു അദ്ദേഹം. സംഘവുമായി ഏറെ അടുത്തു നിന്ന് അദ്ദേഹം തന്റെ ബാക്കിയുള്ള സ്വത്തുവകകളും സമാജ സേവനത്തിനായി ഈ സംഘത്തിന് വേണ്ടി അദ്ദേഹം സമർപ്പിച്ചു. അടിയന്തരാവസ്ഥ കാലഘട്ടത്തിന് ശേഷം വ്യവസായി കൂടിയായിരുന്ന അദ്ദേഹം പരവൂരിലെ സംഘപ്രസ്ഥാനങ്ങൾക്ക് എന്നും വലിയ കരുത്തായിരുന്നു. സത്യസായി സമിതി രക്ഷാധികാരിയായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്ന് വിലാപയാത്രയോടെ ഒല്ലാലുള്ള സ്വവസതിയിൽ എത്തിച്ച ശേഷമാണ് ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. മുതിർന്ന സംഘത്തിന്റെ കാര്യകർത്താക്കളടക്കം അവിടേക്ക് എത്തി അദ്ദേഹത്തിന് അന്ത്യാഞ്ജലികൾ അർപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വിയോഗം നാടിന് എന്നും, അതായത് അത്രയധികം സംഘപ്രവർത്തകർക്ക് ഒരു പ്രചോദനമായിരുന്ന അദ്ദേഹമാണ് ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നത്. മുണ്ടും തലയ്ക്കൽ സോമരാജൻ, അദ്ദേഹം എക്കാലവും ഒരു നിസ്വാർത്ഥ സേവകനായി ഈ സംഘടനാ പ്രവർത്തനങ്ങൾക്കെന്നും ഒരു പ്രചോദനമായി. ഈ പരവൂരിലെ തന്നെ പ്രാദേശികമായിട്ടുള്ള എല്ലാ വിധത്തിലുള്ള മുന്നേറ്റങ്ങൾക്കും അദ്ദേഹം നേതൃത്വം നൽകിയിരുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ വിവിധ ക്ഷേത്ര പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം സ്വന്തം സ്വത്തുവകകളും അതോടൊപ്പം തന്നെ സമാജ സേവനത്തിന് വേണ്ടി മനോജാണ് വിവരങ്ങൾ നൽകിയത്. RSS നേതാവ് സോമശേഖരന്റെ സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്.